ഇനി നെക്സ്റ്റ് ടൈം ജീവൻ ജോർജാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ഞാനത് സൂപ്പർവൈസ് ചെയ്തിരുന്നു. നെക്സ്റ്റ് റീഅറസ്റ്റുള്ള റിക്വസ്റ്റ് കോടതിയിലുണ്ട്. അത് നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം കിട്ടുന്നതാണ്. ഇല്ല ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് ആ സമയത്ത് പോലീസ് മെൻഷൻ ചെയ്തില്ല എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യുന്ന കൂടിയാണ് ഒരു റീഅറസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. നോക്കാം. അത് ഞങ്ങൾ ഇതിന് ശേഷം കോർട്ടിനൊരു ഡയറക്ഷൻ കിട്ടുന്ന ശേഷം അതിനെക്കുറിച്ച് നോക്കും. തീർച്ചയായിട്ടും അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും. ഇത് കഴിഞ്ഞാൽ ഒരു പുതിയ ടീം നോക്കുന്ന സ്ഥിതിക്ക് ആദ്യം എടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സില്ലേ, അതിന് പുറമെ മറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കും. എന്തെങ്കിലും അവർക്ക് ഫർദറായിട്ട് എന്തെങ്കിലും രേഖപ്പെടുത്താനുണ്ടെങ്കിൽ രേഖപ്പെടുത്തും. ഉണ്ടാവും. തീർച്ചയായിട്ടും അതിൽ ഏതെങ്കിലും വിട്ടുപോയ ഭാഗങ്ങളുണ്ടോ എന്നുള്ളത് ആ പുതിയ ടീം ഇത് പരിശോധിക്കും. മാൻഡേറ്ററി അല്ല, കാരണം അത് പരിശോധിച്ച് നോക്കും. ഏതെങ്കിലും വിട്ടുപോയതോ എവിടെയെങ്കിലും ഒമിഷൻസ് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യും. അത് റീഅറസ്റ്റ് കഴിഞ്ഞാൽ അത് കൂടുതൽ പറയാൻ പറ്റുള്ളൂ. നാളത്തെ കോടതിൻ്റെ റീഅറസ്റ്റിൻ്റെ പെർമിഷൻ അനുസരിച്ചിരിക്കും ബാക്കിയുള്ളത്. ജസ്റ്റ് ഞാൻ ആ ഫയൽ നോക്കുമ്പോൾ അത് വരുന്നുണ്ട്. അത് ചെക്ക് ചെയ്ത് വളരെ ഇനീഷ്യൽ സ്റ്റേജിലാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നൊരു സ്റ്റേജിലല്ല. അന്വേഷിച്ച് പറയാം. അതിനൊരു ഓമിഷനും കണ്ട് നോക്കുന്നുണ്ട്. എങ്ങനെ സംഭവിച്ചു പോയെന്നുള്ളത് നോക്കുന്നുണ്ട്. ഓരോ ഓമിഷനായിട്ട് ഓൾറെഡി അത് ഹെഡ് ക്വാർട്ടർ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ SP ഓൾറെഡി അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സംഭവിച്ചു പോയെന്താണെന്ന് കൊടുത്തിട്ടുണ്ട്.